ദിലീപിൻ്റെ ഈ ഒരു വിധി വന്നതിന് ശേഷം ഇവിടുത്തെ ഫെമിനിസ്റ്റുകളെന്ന് പറയുന്ന കുറേ സ്ത്രീപക്ഷങ്ങളും നല്ല എതിർപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഭാഗ്യലക്ഷ്മിയാണ് ഇപ്പോൾ ഏറ്റവും നല്ല ഒരു എതിർപ്പായിട്ട് വന്നിരിക്കുന്നത്. ഫെഫ്കയിലേക്ക് ദിലീപിനെ എടുക്കുമെങ്കിൽ രാജിവെച്ച് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കോടതി ഇവിടുത്തെ ഈ ഒരു വിധി പറഞ്ഞ ആ ഒരു കോടതി പറഞ്ഞു ദിലീപ് നിരപരാധിയാണെന്ന്. കുറ്റക്കാരൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കെന്തറിയാം, ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് നമുക്ക് വിലയിരുത്താം. നിരപരാധി എന്ന് പറയാൻ മാത്രം ഇവർക്കൊക്കെ വിലയിരുത്താൻ പറ്റുന്ന കാര്യം എന്താണ്? ഈ കോടതി എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല. അവിടെ വിസ്താരങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നടന്ന് മാത്രമേ ഒരാൾ കുറ്റക്കാരനാണോ എന്നുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റൂ. ദിലീപിൻ്റെ കേസിന് മുമ്പ് ഇവിടെ മറ്റ് ഒരുപാട് പീഡന കേസുകളും സ്ത്രീകളെ ഉപദ്രവിച്ച കേസുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ദിലീപിനെ ഒന്നാണെങ്കിൽ ഇപ്പോൾ അവിടെ അവരെ എടുത്ത് പുറത്താക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. പക്ഷേ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ ഒന്ന് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ലല്ലോ എന്നുള്ളൊരു കാര്യമാണ് അവിടേക്ക് ഏറ്റവും വലിയ വിഷയം. അല്ലാതെ പിന്നെ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ദിലീപ് ക്രൂശിക്കപ്പെടണം, ദിലീപിൻ്റെ കരിയർ പോകണം, നീതി കിട്ടണം. ഇവിടെ കുറ്റക്കാർ എന്ന് തെളിയിക്കപ്പെട്ട ബാക്കി ആൾക്കാർക്കെല്ലാം ശിക്ഷ കിട്ടിയ കാര്യങ്ങളൊന്നും പോയി അറിയുന്നില്ല എന്തോ. അല്ലെങ്കിൽ ദിലീപും കൂടെ ഉൾപ്പെട്ടാൽ മാത്രം ഇവർക്ക് മനസ്സിലാവുന്നുള്ള കാര്യം അറിയത്തില്ല. ഇതിനെയൊക്കെയാണ് പറയുന്ന വ്യക്തമായ ആസൂത്രണം എന്ന് പറയുന്നത്. ബാക്കി പ്രതികൾക്ക് ശിക്ഷ കിട്ടിയപ്പോൾ അവർക്കില്ലാത്ത ഒരു പ്രശ്നമാണ് ദിലീപിന് കിട്ടാതിരിക്കുമ്പോഴുള്ള പ്രശ്നം. എങ്ങനെയെങ്കിലും ദിലീപിനെ കൂടെ കുടിക്കാൻ അവിടെ ഇടണം. ഇതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അവർക്കത് പറ്റാത്തതുകൊണ്ട് അവർ അവളോടൊപ്പം അവരുടെ വീട്ടിലോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് കുറേ ഹാഷ്ടാഗ് അടിച്ചിടുന്നുണ്ട്. കുറച്ചെങ്കിലുമൊക്കെ സെൻസോട് കൂടി ഭാഗ്യലക്ഷ്മി, രമ്യ നമ്പീശൻ, പാർവതി തിരുവത്തൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ വളരെ വ്യക്തമുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും. ഇത്രയുള്ള പറഞ്ഞിട്ട് ഇനി ആരോടൊപ്പം നിന്നാലും ഇവിടെ കോടതി പറഞ്ഞാണ് ശരി. ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒരാൾ തെറ്റുകാരനല്ലെന്ന് വിധി പറഞ്ഞാൽ തെറ്റുകാരനല്ലെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇത്രയുള്ള പറയാനായിട്ട്.